ജപ്പാൻ അല്ലേ? ജപ്പാൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ വ്യത്യാസമല്ലേ? അവരുടെ ടൈമിങ്ങും നമ്മളുടെ ഒരു ടൈമിങ്ങും നമ്മളും മൊത്തത്തിൽ യൂഷ്വലി നമ്മളൊരു ഇന്ത്യൻ സ്ട്രെച്ചബിൾ ടൈം എന്നൊക്കെയാണ് പറയുന്നത്. IST എന്നുള്ളത് പുറത്തുള്ളവർ പറയുന്നത് ഇന്ത്യൻ സ്ട്രെച്ചബിൾ ടൈം എന്നാണ്. യു ക്യാൻ സ്ട്രെച്ച് ഇറ്റ് അപ് ടു എനി ടൈം. 2 മിനിറ്റൊക്കെ ട്രെയിൻ ലേറ്റായി കഴിഞ്ഞാൽ 10 മിനിറ്റൊക്കെ ലേറ്റായി കഴിഞ്ഞാൽ ഇരട്ടി പൈസ കിട്ടുന്ന നാടുകളുണ്ട്. 2 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, കോഴിക്കോട് ഒരു ട്രെയിൻ വന്നിട്ട് കറക്റ്റ് ടൈമിന് എത്തിയപ്പോൾ എല്ലാവരും മാലയൊക്കെ ഇട്ട് സ്വീകരിച്ചു. കറക്റ്റ് ടൈമിന് 11 മണിക്ക് എത്തിയപ്പോൾ മാലയൊക്കെ ഇട്ടിട്ട് ലോക്കോ പൈലറ്റിന് സ്വീകരണം. അപ്പോൾ അയാൾ പറയും, സോറി, ഇത് ഇന്നലെ 11 മണിക്ക് എത്തേണ്ടതാ, 24 hours ലേറ്റാണ്. ആ മാല അയാൾ ട്രാക്കിലേക്ക് തന്നെ ഇട്ടു. മാതിരി സാധനങ്ങളാണ്. വരും അത് നമ്മളെങ്കിലും ആ ടൈമിങ് കൃത്യമാക്കിയിട്ട് വെക്കണം എന്നുള്ളതാണ്. പ്രൊഫഷണലിസം കൊണ്ടാണ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പ്രൊഫഷണലിസം കൊണ്ട് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചെറിയ കാര്യങ്ങൾ കറക്റ്റ് സമയത്തിന് വരിക. അയാൾ മുഖത്ത് നോക്ക്, അതെന്താ എന്നോട് തന്നെ പറയുന്നത്? നിങ്ങൾ ടൈമിന് വരാറുണ്ടോ? നേരം വൈകി വന്ന ഒരു കുറ്റബോധം പോലും ഉണ്ടാവില്ല മുഖത്ത്, അല്ലേ? എന്നാലും ഞാൻ വന്നല്ലോ, അതാണ് വൈകിയെങ്കിലും ഞാൻ വന്നല്ലോ, ഇതാണ് ചിലരൊക്കെ മുഖത്ത്.